നിങ്ങള് മമ്മികളെ കണ്ടിട്ടുണ്ടോ? പിരമിഡിന്റെ ഉള്ളില് മമ്മികൾ ഉണ്ടോന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പോലെ എന്റെയും സംശയം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി ബുക്കിൽ എത്ര അതിശയത്തോടു കൂടിയിട്ടാണ് പിരമിഡ്സിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. പുരാതന ഈജിപ്തിലെ ഫറോമാര് 3500 വർഷങ്ങൾക്ക് മുമ്പ് അതിസങ്കീർണമായ എഞ്ചിനീയറിംഗ് വർക്കില് വർഷങ്ങളോളം നീണ്ടുനിന്ന് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനത്തിൽ പണി കഴിപ്പിച്ചതാണ് പിരമിഡുകള്. ഒരു സാങ്കേതിക വിദ്യകളും ഇല്ലാത്ത സമയത്ത് ടൺ കണക്കിന് വെയിറ്റുള്ള കല്ലുകൾ ഉപയോഗിച്ച് ഇത്രയും ഭീമമായ കെട്ടിടം വെറും ഒരു ശവകുടീരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, പുരാതന ഈജിപ്തുകാര് മരണശേഷവും ജീവിതമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ മരണശേഷം അവരുടെ മൃതശരീരം മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന പേടിപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് ചെയ്തതിനു ശേഷം എംബാം ചെയ്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പിരമിഡ്സ് ഓഫ് ഗിസയിലെ ഏറ്റവും വലിയ പിരമിഡിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഞാനും ടിക്കറ്റ് എടുത്തു. 4500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവ ആയിട്ടുള്ള കുഫുവിന്റെ പിരമിഡായിരുന്നു അത്. പിരമിഡിന്റെ ഉള്ളിലെ കുഫുവിന്റെ മമ്മി സൂക്ഷിച്ചിട്ടുള്ള ചാമ്പറിനുള്ളിൽ എത്താന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. നിവർന്നും കുനിഞ്ഞും അള്ളിപ്പിടിച്ചും സ്റ്റെപ്സ് കയറിയും ഏകദേശം 1 മണിക്കൂറോളം എടുത്ത കഷ്ടപ്പാടിന് ശേഷമാണ് ചാമ്പറിനുള്ളിൽ എത്തിയത്. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണെന്ന് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികൾ പറഞ്ഞെങ്കിലും ടിപ്പ് കൊടുത്തപ്പോൾ അവര് തന്നെ എനിക്ക് ഫോട്ടോയും വീഡിയോയും എടുത്തു തന്നു. കുഫുവിന്റെ മമ്മിയുടെ കൂടെ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കള് ഈ ചാമ്പറിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മമ്മി ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടായി. അപ്പോ എന്റെ ഡൗട്ട് ക്ലിയറായി. പിരമിഡ്സിന്റെ ഉള്ളില് മമ്മിയില്ല. എന്നാ ഞാൻ മമ്മികളെ കണ്ടു, ഒരുപാട് മമ്മികളെ, ഒറിജിനൽ മമ്മികളെ. ഈജിപ്തിലെ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ വെച്ചിട്ട്. യാത്രകളും കഥകളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.